ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമുക്കൊരു ചെറിയ പരിപാടി എന്ന് പറയാൻ കഴിയില്ല, വെറുതെ ഒന്ന് എല്ലാവരും ക്രിസ്മസോടനുബന്ധിച്ചിട്ട് എല്ലാവർക്കും ലീവ് കിട്ടിയിട്ട് എല്ലാവരും നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അതായത് നമ്മളെ കേരളം വിട്ടുപോയ കുറച്ച് ആൾക്കാർ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. കേരളം വിട്ടുപോയതല്ലേ, അപ്പൊ കുറച്ച് ആൾക്കാർ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അവരെല്ലാം ഒന്ന് കാണാന്ന് വെച്ചിട്ട് നമ്മളൊരു 4 മണിക്ക് ഒരു മീറ്റപ്പ് വെച്ചാണ്. പിന്നെ ഞാൻ ആസ് യൂഷ്വൽ ഏറ്റവും വൈകിട്ട് എത്തി. എല്ലാവരും ഓരോരോ വൈക്കെല്ലാം പോയിട്ടുണ്ട്. എല്ലാവരും വന്നിട്ട് ഇനിയിപ്പം നല്ല രീതിക്ക് തുടങ്ങണം. അപ്പം ഇതാണ് നമ്മളെ ശ്രുതിക. ഇവളെ ഏച്ചിന്റെ കല്യാണത്തിന് പോയിട്ട് വ്ളോഗ് ഇട്ടുന്നത് അതൊന്നും കണ്ടിട്ടില്ല. ഇവളെ എനിക്ക് യൂട്യൂബ് ചാനലിൽ അറിയില്ല. അപ്പൊ ശ്രുതിക എന്ന് പറഞ്ഞാൽ ശ്രുതിക ഇല്ല, ഇതാണ് ശ്രുതിക. ഹായ് ശ്രുതികരൊക്കെ ഹായ്. ശ്രുതികന്റെ ഏച്ചിന്റെ കല്യാണത്തിന് അന്നേരം പോയിട്ട് നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവളെ അറിയില്ല പോല. ഇവളിപ്പോ ഇവിടുന്ന് ഞാൻ പറഞ്ഞ സമയത്ത് എനിക്ക് യൂട്യൂബ് ചാനലിൽ അറിഞ്ഞത്. അതൊരു തെറ്റല്ല. പിന്നെ ഇപ്പം നമ്മളെല്ലാവരും കൂടിയിട്ട് കുറച്ച് അങ്ങോട്ടേക്ക് നടക്കുമെന്ന് ആരെല്ലാം ഉണ്ട്. ആര്യ ഇങ്ങോട്ട് വന്നില്ല, കാണിക്കട്ടെ വാ. കഴിഞ്ഞ വീഡിയോയിൽ ആര്യ ഉണ്ടായിട്ടില്ല. ആര്യ കൊച്ചി ഇവിടെ പോയിട്ടുണ്ടായിരുന്നു. കൊച്ചി ആടെ ഇതാണ് നമ്മളെ ആര്യ. കൊച്ചി പോയിട്ട് നല്ലോണം വെളുത്തു എന്നാ തേക്കുന്ന. ഇതാണ് ആര്യന്റെ കളറ്. ഇതല്ല ശരിക്കും ഇതിനെക്കാട്ടി നല്ല കളറ്. പിന്നെ ആടെ തീർത്തി ഉണ്ട്, റിൻഷി ഉണ്ട്, ഷിംനി ഉണ്ട്, മഞ്ജിമി ഉണ്ട്, പിന്നെ ശ്രുതികയും. പിന്നെ ദർശു അങ്ങോട്ടുണ്ട്. ദർശുന്റെ ഒരു കസിനും ഉണ്ട്, ദേവു. അപ്പൊ അവരെന്നാളും അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ നമ്മള് പിന്നെ അങ്ങോട്ട് എത്തിയിട്ട് കാണിച്ചതാ അല്ലേ. ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നത് ഒന്നാ പറയും, അതൊക്കെ പൊട്ടിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ എത്തിയിട്ട് കാണിച്ചതാ. ഇതാണ് നമ്മളെ ഷിംനക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ മീറ്റപ്പ് സെറ്റാക്കിയത്. ഇവള് പറഞ്ഞു നമുക്കിങ്ങനെ എല്ലാവർക്കും കൂടിയിട്ടൊരു മീറ്റപ്പ് ആക്കാം എന്ന് പറഞ്ഞിട്ട് വിളിച്ചേരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എല്ലാവരെയും വിളിച്ചു സെറ്റാക്കി. ഇപ്പം നമ്മൾ കോട്ടയിലേക്ക് പോകുന്നത്. നമ്മളെ കോളേജിൻ്റെ ബാക്കിലൊരു കോട്ടയുണ്ട്, നമ്മുടെ മാടയ കോളേജിൻ്റെ ബാക്കിലൊരു കോട്ടയുണ്ട്. അപ്പം കോളേജ് വർത്താനം പറയുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യില്ലേ, അതിനാ നേരത്തെ പറഞ്ഞു. അപ്പം നമ്മളിപ്പം കോളേജിൻ്റെ ബാക്കിലൊരു കോട്ടയുണ്ട്, അവിടത്തേക്ക് പോകുന്നത്. ആടെ അതൊന്നും ദർശനമില്ലത്. അപ്പം അല്ല ദേവു ദർശനമാണില്ലത്. അപ്പൊ പിന്നെ നമ്മളവിടെ എത്തിയിട്ട് ബാക്കി വീഡിയോ എടുക്കാം. നമ്മളെ പഴയങ്ങാടിപ്പുഴ. ഇങ്ങനെ നടക്കുന്നു. അപ്പൊ 1-2 ആൾക്കാർ നമ്മളെ ടീമിൽ ഇല്ലല്ലോ കേട്ടോ. ഒരു വല്ല ഫോട്ടോഷൂട്ടിനായിട്ട് മഞ്ഞ. നമ്മൾ കോട്ടയിലെത്തിയിരിക്കുന്നു. കോട്ട എന്ന് ഉദ്ദേശിച്ച് പറയുന്നത് ഇതാണ് കോട്ട. അതുകൊണ്ട് മറ്റേ നമ്മളെ ബാക്കിൽ കോട്ട അങ്ങനത്തെ ഒന്നുമല്ല. ജസ്റ്റ് ഇങ്ങനെ സൈഡ് കുറച്ച് കല്ല് കിട്ടി, അത്രയും. ഇങ്ങനെ പ്ലെയിനായ സ്ഥലമാണ്. ഇതാണ് നമ്മളെ കോട്ട. ഇത്രയല്ലോ. നമ്മൾ കോട്ടയുടെ സൈഡിൽ കയറി. അങ്ങോട്ട് നമ്മളെ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ടാണ്. പക്ഷെ ഒന്നും കാണുന്നില്ല വെയിലായിട്ട്. നമ്മൾക്കിനി ഈ സൈഡിൽ നടക്കാം. ബാ ഇങ്ങോട്ടേക്ക് നടക്കാം. അങ്ങനെ നമ്മൾ കോട്ടയിൽ വെറുതെ ഇരിക്കുകയാണ് ഗൈസ്. ഗൈസ് ഇവിടെ ഫോട്ടോഷൂട്ട് മോഡൽ ഷിംന സുനിൽ, ക്യാമറമാൻ ദർശന സുരേഷ് ബാബു. നമ്മൾ ആരാണ് കാണികൾ. പറയൂ ആര്യ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. കൊച്ചി ലൈഫൊക്കെ എങ്ങനെ പോകുന്നു? പിന്നെ ക്ലാസ്സെല്ലാം ഇപ്പൊ കഴിയുക. ക്ലാസ് 11-ാ അടുത്ത മാസം. അങ്ങനെ ക്ലാസ് ചെയ്യലോ, ജനുവരി ലാസ്റ്റ് വരെ ക്ലാസ്. ഇവിടെ ഒരാള് 11 മണിക്ക് ക്ലാസ് ചെയ്യുന്നതല്ലോ ഉദ്ദേശിച്ചു. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് ആര്യയുടെ വിശേഷങ്ങൾ. ആര്യ ഇങ്ങനെ മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ? ഇല്ല. ശരി. മഞ്ജിമ വരും. മഞ്ജിമ ഇപ്പൊ എവിടെയാ പഠിക്കുന്നത്? വെളയാങ്കോട്. എന്താ പഠിക്കുന്നത്? ഞാൻ ബിഫാം. എന്തൊക്കെയുണ്ട് ക്ലാസ് ഒക്കെ? നല്ല രീതിയിൽ
ഇതാണ് മഞ്ജിമേന്റെ വിശേഷങ്ങൾ. ദർശന സുരേഷ് ബാബു വിശേഷങ്ങൾ പറയൂ. എന്തെങ്കിലും പറയൂ ക്ലാസ്സിനെ കുറിച്ചിട്ട്. തൊട്ട് ആദ്യം ഹോസ്പിറ്റലിൽ പോസ്റ്റിംഗ് ഉണ്ട്. പിന്നെ നേഴ്സ്, കുട്ടി നേഴ്സിങ്ങിനാണ് പഠിക്കുന്നത്. ഇല്ലെങ്കിൽ വീട്ടിൽ കുത്തിരിക്കും. ഓക്കെ ശരി. പിന്നെ വേറെ ശ്രുതിക TTCക്ക് പഠിക്കുന്നു. തീർത്ഥ അക്കൗണ്ടിങ്ങിന് പഠിക്കുന്നു. ബാങ്കിങ് ആണോ? അപ്പൊ സോറി, ബാങ്കിങ് എനക്ക് അറിയില്ലായിരുന്നു. പിന്നെ റിൻഷ നഴ്സിംഗിന് പഠിക്കുന്നു. അല്ലേ നഴ്സിംഗിന് തന്നെയല്ലേ? ഓ, പിന്നെ ഷിംനി നഴ്സിംഗിന് പഠിക്കുന്നു. ഇവരൊക്കെ നേഴ്സായിട്ട് വേണം ഹോസ്പിറ്റലിൽ പോകാണ്ടിരിക്കാൻ വേണ്ടിട്ട്. അല്ല പിന്നെ ആൾക്ക് ജീവിക്കണ്ടേ. നോക്കൂ ഗൈസ്, സൂര്യൻ വട്ടത്തിൽ നേരിട്ടാണ് നല്ല രസമുണ്ട്. എൻ്റെ ഫോണാണ് രസമുള്ളത്. ഗൈസ് അങ്ങനെ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഓസി. അപ്പോൾ നമ്മളെ പരിപാടിയിൽ ഇന്നത്തെ കഴിഞ്ഞു. നമ്മളിപ്പോൾ റീലെടുത്തു, റീലും കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താന്ന്, ഇനി വീട്ടിലേക്ക് പോകണം. ശരിക്കും നമ്മളിന്ന് വൈകി വരാൻ. ശരിക്കും ഞാനാ വൈകി വരല്ല. 3 മണി തൊട്ട് 5 മണി. അത് പിന്നെ ഇപ്പം അങ്ങനെയാണ്. അവിടെ ഇവർക്ക് വല്ല പുതുമയൊന്നുമില്ല. അപ്പം ഇന്നത്തെ പരിപാടിയിൽ കഴിഞ്ഞു. നമ്മൾ വീട്ടിലേക്കൊക്കെ ടാറ്റ പറയും. ബൈ ബൈ. അല്ല, അപ്പം ഇന്നത്തെ ഇവിടെ എത്രയിലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ. എല്ലാവരും ഒന്നുകൂടി ടാറ്റ.